കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടവയറന്മാരുണ്ട് എന്നുള്ളതിൽ ഇപ്പോൾ ഒന്നാമതായത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഇനിയും ഒരുപാട് കാര്യത്തിൽ ഒന്നാമതാവാനുണ്ട്. ഒബേസിറ്റി റേറ്റ് കൂട്ടാനുണ്ട്, ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ റേറ്റ് കൂട്ടാനുണ്ട്, ഹാർട്ട് പേഷ്യൻറ്റിൻ്റെ റേറ്റ് കൂട്ടാനുണ്ട്. അതിൽ വലിയ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലത്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. നമ്മൾ പണ്ട് വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ മേഖലകളിൽ, ബിസിനസ്സിൽ ഇതിലൊക്കെയായിരുന്നു നമ്മൾ മുന്നോട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള കുറേ കാര്യങ്ങളിലൂടെ ഒന്നാമതായിട്ട് വരുന്നുണ്ട്. ഇതൊന്നും നമുക്കൊരു പ്രൗഡി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇതൊക്കെ ഒരു വാർണിംഗ് സൈൻസ് ആണ്. വേറൊരു സത്യം എന്താ, $1 ബില്യൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ഓരോ ഹോസ്പിറ്റലിൽ വന്നതും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ റേറ്റുകളും നമുക്ക് കിട്ടിയ ഇപ്പോഴത്തെ ഈ ഒരു അംഗീകാരവും ഇതൊന്നും വെറുതെ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മതി. നമുക്കിനി ഫ്യൂച്ചറായിട്ടുള്ള നമുക്ക് വരുന്ന ജനറേഷൻ അടക്കം മെറ്റബോളിക് റേറ്റുകൾ കുറക്കാനും കൂടുതൽ അസുഖബാധിതരാവാനും ഇതൊക്കെ നമുക്കൊരു സൈനാണ്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡയറ്റ്സാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഫാറ്റ്സും പ്രോട്ടീനും ഒന്നും അല്ല. ഇതൊന്നും കഴിച്ചതുകൊണ്ടും അല്ല നമുക്ക് ഈ അസുഖം വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. എന്ന് വെച്ച് കാർബോഹൈഡ്രേറ്റ് വില്ലെന്നല്ല. കാർബോഹൈഡ്രേറ്റ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മളെ ബോഡി ഡിസൈൻ ചെയ്തത് നമുക്ക് കഴിക്കാനൊക്കെ തന്നെയാണ്. പക്ഷേ അതെങ്ങനെ കഴിക്കണം, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ കഴിക്കും, ചോറ് കഴിക്കും, ചപ്പാത്തി കഴിക്കും, പൊറോട്ട കഴിക്കും, അതിനുശേഷം നമ്മൾ പോയിട്ട് ഡെസേർട്ട്സ് കഴിക്കും, ചോക്ലേറ്റ്സ് കഴിക്കും, പാക്കറ്റ് ഫുഡ്സ് കഴിക്കും. ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇപ്പം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിസൈൻഡ് ഫോർ യൂസിങ് ആസ് എ ഫ്യൂവൽ, ഒരു എനർജി സോഴ്സ് ആണ്. ഇത് നമ്മൾ ഇതിനനുസരിച്ച് നമ്മളെ ബോഡിക്ക് ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ ഈ എനർജി ഒക്കെ പോയിട്ട് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ആവും. ഇതൊക്കെയാണ് ബെല്ലി ഫാറ്റ്സ് ഒക്കെ ആയി മാറുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒന്നാം സ്ഥാനം നേടാനുണ്ട്. സോ എല്ലാവരും ഒന്ന് അവെയർ ആയിട്ടിരിക്കുക. ഇതൊക്കെ ഒരു വാർണിംഗ് സെൻസ് ആണ്. ഇതൊക്കെ ഒരു റെഡ് ഫ്ലാഗ് ആണ്.